ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്ന പ്രധാന സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള LDF, UDF മുന്നണികളുടെ ജാഥകളാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മലബാർ ജേർണലിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള KP സേതുനാഥും സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള KJ ജേക്കബ് സാറുമാണ്. LDFന്റെ വികസന മുന്നേറ്റ ജാഥ ആദ്യം തുടങ്ങി. ഇന്നലെ ഇപ്പോൾ കാസർഗോഡ് വെച്ചിട്ട് UDFന്റെ പുതുയുഗ യാത്രയും ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ജാഥകളെ നോക്കിക്കാണുന്നത്? ജാഥകൾ നമ്മൾ ആചാര സംരക്ഷകരായതുകൊണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ജാഥ എന്നുള്ളത് കേരളത്തിലൊരു ആചാരമാണ്. കാസർഗോഡ് തന്നെയാണ് അത് കാസർഗോഡ് കൂടി തിരുവനന്തപുരത്ത് രണ്ട് കൂട്ടരും പറയും. അതായത് ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, പക്ഷേ അണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ LDF പറയും ഞങ്ങൾ 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരുന്നതിനുള്ള ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പറയും. UDF അങ്ങനെ പറയും ഞങ്ങൾ 110 സീറ്റോടുകൂടി വരുന്നതിനുള്ള ലക്ഷണങ്ങൾ ഞങ്ങൾ ഈ ജാഥയിൽ കണ്ടു എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സാധാരണഗതിയിൽ ഒത്തിരി സ്പേസ് കിട്ടുന്നതായിരുന്നു വളരെ പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. പൊളിറ്റിക്കൽ സെനാറിയോ എന്നുള്ളത് വളരെ പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് കല്ല് ചൂടായി കിടക്കുമ്പോൾ അപ്പം ചൂടുക എന്നുള്ള ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു രണ്ട് മുന്നണികളും ചെയ്യുന്നത്. കാരണം മാർച്ചോടുകൂടി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രവർത്തകരെ നമ്മൾ അധികാരത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ തിരിച്ചു വരുന്നു എന്ന് കാണിക്കാനുള്ള വലിയ ഒരു എക്സർസൈസാണ്. അതിൽ കൂടുതലൊന്നും നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പ്രതീക്ഷിക്കരുത്. അതിൻ്റെ അകത്ത് അവരെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ആണ് ഇനി അവർ ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുപ്പിൻ്റെ ശരിക്കുള്ള പ്രചരണം തുടങ്ങിക്കഴിയുമ്പോൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സിഗ്നൽ നമുക്കിതിൻ്റെ അകത്ത് നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നും LDFൻ്റെ ജാഥ എന്ന് പറയുന്നത് വികസന മുന്നേറ്റ ജാഥ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു LDF കുറച്ചു കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം ഭരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളൊരു മട്ടിൽ LDF നേതാക്കന്മാർ സംസാരിക്കുന്നത് ഞാനും കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളതിനകത്തൊരു രാഷ്ട്രീയ മുദ്രാവാക്യം അല്ല നമ്മളതിൻ്റെ അകത്ത് കേൾക്കുന്നത്. വികസന മുന്നേറ്റ യാത്ര, മനുഷ്യരുടെ ജീവിതം എത്ര മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ LDFന് വളരെ ലെജിറ്റിമേറ്റായിട്ടൊരു ക്ലെയിം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. അതിലവർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവർ നടത്തിയത് എൻ്റെ കണക്കനുസരിച്ച് ഇതിനു മുമ്പ് ഉണ്ടാകാത്ത സർക്കാരുകൾ നടത്താത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വികസനം കൊണ്ട് വോട്ട് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് LDF കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് മറുപടി കണ്ടെത്തേണ്ടി വരും. UDFനെ സംബന്ധിച്ചിടത്തോളം അവരെന്തായാലും ഈ കടക്കുപുറത്ത് എന്നുള്ളൊരു നെഗറ്റീവ് ക്യാമ്പയിന് പകരം ഒരു പുതുയുഗ യാത്ര എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് അവരതിൻ്റെ ചില ലക്ഷണങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ചില ഏരിയകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ശ്രീ സതീശൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ LDF സർക്കാർ എവിടെയൊക്കെ പുറകിൽ പോയോ അവിടെയൊക്കെ കേരളത്തെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള പദ്ധതി ഈ പരിപാടിയുടെ ഭാഗമായി ജാഥയിൽ എമ്പാടും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം പ്രധാനമായിട്ടും വികസനം തന്നെയാണ് രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് ഇവർ മുമ്പോട്ട് വെക്കുന്നതെന്നാണ് നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് കാണാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ചയിലേക്ക് വരുമ്പം ശരിക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾ തിരഞ്ഞെടുപ്പ് വരുമ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ ചർച്ചകൾ വികസനത്തെ മുൻനിർത്തിയാണ് എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിൽ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഈ ജാഥയുടെ ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ജേക്കബ് പറഞ്ഞ പോലെ ഈ ഒരു ആചാരമാണ് ഈ ജാഥ. അപ്പോൾ എനിക്ക് ഒരു തരത്തിൽ ആചാരം വേണമെങ്കിൽ ലംഘിക്കാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആക്കാമെന്നാണ് കുറച്ചുകൂടെ ഒരു ചേഞ്ച് വരും. ഇതിൽ ഇപ്പം ഇന്നലെ VD സതീശൻ UDFൻ്റെ ജാഥയുടെ നേതാവായിട്ട് എന്നുള്ള VD സതീശൻ ഇന്നലെ കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ചിട്ട് 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്രൈസിസ് പോയിന്റിലൂടെയാണ് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ 2 മേഖലകൾ അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഒന്ന് സാമ്പത്തിക മേഖല, പിന്നെ ഒന്ന് ആരോഗ്യ മേഖല. പിന്നെ മൂന്നാമത് അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ചില വിദഗ്ധരെ ഉപയോഗപ്പെടുത്തിയിട്ട് കേരളത്തിന് ഇനി എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടതെന്നുള്ളത്, കേരളത്തിൻ്റെ വികസനം എങ്ങനെ ആവേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പറ്റം വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും സമാഹരിച്ചിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടുകൾ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ പൊതു ചർച്ചയ്ക്ക് വയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 2 വിഷയം ഈ പറഞ്ഞ കേരളത്തിൻ്റെ സാമ്പത്തിക ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക ക്രൈസിസ് എന്ന് പുള്ളി പറയണത് പ്രധാനമായിട്ടും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാനം നേരിടുന്ന പൊതു കടം എന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത് ആരോഗ്യരംഗം. അപ്പോൾ ഇത് സത്യത്തിൽ കേരളം വളരെ സജീവമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം കൂടെയാണ്. അപ്പോൾ ഈ പൊതു കടം എന്ന് പറയുന്നത് കേരളം
മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക എന്താ പറയുന്ന റിസോഴ്സസ് മൊബിലൈസേഷന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് വരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ റിസോഴ്സസ് പങ്കിടുന്നതിലുള്ള ഏങ്കോണിപ്പുകളുണ്ട്. കാരണം സംസ്ഥാനങ്ങൾ അതായത് സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെ ചെലവുകളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലയിൽ വരികയും അതേസമയം വരുമാനം മുഴുവൻ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഏങ്കോണിപ്പ് പ്രധാനമായിട്ടുണ്ട്. അത് 60-40 ആണ്. അതായത് വരുമാനത്തിന് 60 കേന്ദ്രത്തിലും 40 സംസ്ഥാനത്തിന് കിടക്കുകയും ചെലവുകളുടെ 60% സംസ്ഥാനങ്ങളും 40% കേന്ദ്രത്തിനും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. റഫ്ലി. അപ്പം ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ UDF നേതൃത്വമോ VD സതീശനോ ഒരിക്കലും തന്നെ ഉന്നയിക്കാറില്ല. അവരത് മുഴുവൻ ഉന്നയിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പം ഭരിക്കുന്ന സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്നുള്ള ഒരു നിലയിലാണ് അത് ഉന്നയിക്കുന്നത്. ഇപ്പം ഇരിക്കുന്ന സർക്കാരിൻ്റെ കയ്യിൽ പിടിപ്പുകേടില്ല എന്നല്ല പറയണത്. പക്ഷേ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയം ഇന്ത്യയിൽ വളരെ സജീവമായ ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട്. കേന്ദ്രം പ്രത്യേകിച്ച് BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വളരെ പ്രകടമായ രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ കേന്ദ്ര സർക്കാർ പുലർത്തുന്നുണ്ട് പല മേഖലയിലും. അതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആ ഒരു നിലയിലുള്ള ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. തമിഴ്നാട്. അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മുടെ വയനാട് പാക്കേജ് മുതൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അനുവദിക്കുന്നവരെയുള്ള ഏത് കാര്യം എടുത്തു കഴിഞ്ഞിരുന്നാലും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം വളരെ പ്രകടമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു വിഷയം കേരളത്തിൻ്റെ അതിപ്പം ഒരു UDFൻ്റെയോ LDFൻ്റെയോ ഒരു അജണ്ട മാത്രമല്ല, ഒരു കേരളത്തിൻ്റെ മൊത്തം തന്നെ ഒരു അജണ്ടയാണെന്നുള്ള നിലയിൽ മുന്നോട്ട് വയ്ക്കാൻ UDF നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എന്ന് മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കടം ഒരുപാട് മേടിച്ചു എന്നുള്ളതാണ് പിടിപ്പുകേടിനായിട്ട് അവർ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഇതല്ലാതെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള പുതിയ വഴികൾ എന്തെല്ലാമാണ് ഈ ഒരു സാഹചര്യത്തിൽ, ഏത് നിലയിലാണ് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു സൂചനയും ഇതുവരെ സതീശനോ UDFോ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചിട്ട് ജേക്കബിന് എന്താ പറയാനുള്ളത്? സംസ്ഥാനത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ സേതു പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഡെവല്യൂഷൻ തന്നെയാണ് പ്രശ്നം. ഓരോ സെഗ്മെൻറ്റിലും സംസ്ഥാനത്തിന് കിട്ടേണ്ടതായ പണം കിട്ടാതെ വരുന്നു. സെൻട്രലി സ്പോൺസേഡ് സ്കീം, അതാണ് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമായിട്ടുള്ളത്. അത് പലപ്പോഴും സംസ്ഥാനത്തിന് ഒട്ടും കിട്ടാതെ വരുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ സംസ്ഥാനത്ത് അംഗീകരിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് വെച്ച് വരും. ഇപ്പോൾ ആരോഗ്യരംഗത്ത് നമ്മളോട് കുറേ കാലം നമ്മളെ ശ്വാസം മുട്ടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പെയിൻ്റ് അടിച്ച് പടം വെക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഹൗസിംഗ് സ്കീമിൻ്റെ കാര്യം വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ബോർഡ് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ BJPക്കാർ പറഞ്ഞു നടക്കുകയാണ് ഈ സ്കീമിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നമുക്ക് പണം നഷ്ടപ്പെടുന്നു. അതൊരു വസ്തുതയാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്ന രാജ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാരണവശാലും നമ്മൾ ലൈഫിൽ വീട് വെച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് രണ്ട് സ്കീമുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ 5.25 ലക്ഷം വീട് കേരളം വെച്ച് കൊടുത്തു. അതിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ആത്മാഭിമാനത്തോടു കൂടി ഇതൊരു സർക്കാരിൻ്റെ വീടാണ് എന്നുള്ളത് അവർ മാത്രം അറിഞ്ഞാൽ മതി, സർക്കാർ മാത്രം അറിഞ്ഞാൽ മതി. അവിടെ എങ്ങും ഒരു കഷ്ണം കടലാസ് പോലും എഴുതി വെച്ചിട്ടില്ല. അത് എഴുതി വെക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. അത് പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കിട്ടുന്നില്ല. PM ശ്രീ സൈൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ സർവശിക്ഷ അഭിയാൻ്റെ പേരിൽ കിട്ടാനുള്ള 1200 കോടി രൂപ തരുള്ളൂ. ഇങ്ങനെ പലതരത്തിലുള്ള കണ്ടീഷൻസ് വെച്ച് ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലൊന്നാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ. അവിടെ നമുക്ക് കിട്ടുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് 812 കോടി രൂപ എന്ന് പറയുന്നത് തുച്ഛമായിട്ടൊരു പൈസയാണ്. സംസ്ഥാന സർക്കാർ തന്നെ ശരിക്കും 6000 കോടി രൂപയോടെ സംസ്ഥാന സർക്കാർ തന്നെ മുടക്കിയിട്ടുണ്ട്. അതിൽ 812 കോടി രൂപ നമുക്ക് തന്നിട്ട് അതിൻ്റെ 10 ഇരട്ടിയായി അതിൽ കൂടുതലായിട്ട് തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു ടേംസിലാണ് നമുക്ക് ഈ പണം തന്നിട്ടുള്ളത്. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ സംസ്ഥാനം നേരിടുന്നുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. അത് ശ്രീ VD സതീശൻ മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു LDF ഇതിനെ സ്വാഗതം ചെയ്യണമെന്നുള്ളതാണ് ഇതിൽ. ഇപ്പം ഇതിൽ ധനകാര്യമന്ത്രിയുടെ ഒരു അവകാശവാദം എന്നുള്ളത് സാധാരണഗതിയിൽ 5 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലെ കടമ ഇരട്ടിക്കാറുണ്ട്.
അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടമുണ്ടായിരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് 4.25 ലക്ഷം കോടിയിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടത്തിൻ്റെ വർധനവിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ GDP-യുടെ പെർസെൻറ്റേജ് വെച്ച് കണക്കാണ് നമ്മുടെ എക്കണോമി അപ്പോഴത്തേക്കും വളർന്നിരിക്കുന്നു. ഇപ്പോൾ എക്കണോമിയുടെ വെച്ച് നോക്കുമ്പം നമ്മൾ 38% ഉണ്ടായിരുന്നിടത്തു നിന്ന് GDP കടം ടു GDP റേഷ്യോ 33%-ലേക്ക് കുറയ്ക്കാനാണ് ഈ സർക്കാരിന് പറ്റിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് അതിനകത്ത് അതിനകത്ത് ഈ സതീശൻ്റെ ഈ പ്രഖ്യാപനത്തോടുള്ള എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം അദ്ദേഹം വിദഗ്ധരുടെ ഇപ്പം അദ്ദേഹം UDF-ൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷനുണ്ട്. അതിൽ ഡോക്ടർ SS ലാലാണ് അതിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹം മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹത്തിന് ദേശീയവും അന്തർദേശീയവും സംസ്ഥാനത്തൊക്കെ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ ആരോഗ്യവകുപ്പിനെക്കുറിച്ച് വളരെ നിശിതമായ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അദ്ദേഹം ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കും എന്ന് കൂട്ടി അദ്ദേഹം രാഷ്ട്രീയക്കാരനും കൂടിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞ അച്യുത് ശങ്കർ എസ് നായരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടെന്നുള്ളതാണ്. അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററാണ്. എനിക്കതിൽ അവരുടെ ഒന്നും സബ്ജക്റ്റ് എക്സ്പെർട്ടൈസിലുള്ള അത് നമുക്ക് തർക്കമില്ല. വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൊളിറ്റീഷ്യൻ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷനാണ് ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കുന്നത്. എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒരു പൊളിറ്റീഷ്യനാണ്. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ എങ്ങനെ മാറ്റാം എന്നുള്ളൊരു എക്സ്പെർട്ടിനോട് ചോദിക്കരുത്. അതൊരു പൊളിറ്റീഷ്യനാണ് കൊണ്ടുവരേണ്ടത്. വികസനോന്മുഖമായ ഒരു കേരളത്തെക്കുറിച്ചുള്ള ഒരു സുന്ദര സ്വപ്നം അങ്ങനെ മറ്റുള്ള ഒരു ഭംഗിയുള്ള ഒരു വാക്കിൽ ഒരു തലക്കെട്ടിൽ ശ്രീ C. അച്യുതമേനോൻ കൈകൊണ്ട് എഴുതിയ ഒരു കടലാസ് കഷ്ണമാണ് 1957 EMS സർക്കാരിൻ്റെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. C. അച്യുതമേനോൻ എന്ന രാഷ്ട്രീയക്കാരൻ എന്താണ് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ ഒരു കേരളം എന്നുള്ളതാണ് 1956 തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഈ രേഖ തയ്യാറാക്കുന്നത് അച്യുതമേനോന്റെ നേതൃത്വം. അപ്പം അതായിരുന്നു 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ മാനിഫെസ്റ്റോ ആയിട്ട് വരുന്നത്. അതൊരു പൊളിറ്റീഷ്യൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്താണ് പ്രോബ്ലം എന്നൊരു പൊളിറ്റീഷ്യന് മനസ്സിലാവണം. ആ പ്രശ്നത്തിന് ആ വോട്ട് എന്നുള്ളത് ചോദ്യം വരുന്നത് പൊളിറ്റീഷ്യൻ്റെ മനസ്സിൽ നിന്നാണ്. ഹൗ എന്നുള്ളതാണ് എക്സ്പേർട്ട് കൊണ്ടുവരാന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് സംസാരിക്കണമെന്ന് താല്പര്യം പറഞ്ഞ കാര്യം എന്ന് വെച്ചപ്പം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ബോർഡർ സ്കർമിഷ് വരുമ്പം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനമന്ത്രി പറയണം. എങ്ങനെ ചെയ്യണം എന്നുള്ളത് പട്ടാള മേധാവി ആർമി ചീഫ് തീരുമാനിക്കും. പക്ഷേ വെടി വെക്കണോ വേണ്ട. ഇപ്പം ഇന്ത്യയും കാർഗിലും തമ്മിലുള്ള കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് കൃത്യമായിരുന്നു ഇൻസ്ട്രക്ഷൻ. അതിർത്തി കടന്ന് പോകാൻ വേണ്ടി ഇന്ത്യൻ പട്ടാളം പാടില്ല. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പട്ടാളത്തിന് തീരുമാനിക്കും. എന്ന് പറയുന്ന പോലെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് ശ്രീ സതീശന് പറയാൻ വേണ്ടി പറ്റുമോ? അവിടെയാണ് അതിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് അദ്ദേഹം ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പം നമ്മൾ ചില ഇൻസ്റ്റൻസസ് ഉണ്ട്. ഇപ്പം കോഴിക്കോട് ഒരു സ്ത്രീയുടെ വയറ്റിൽ വെച്ച് ഒരു കത്രിക കുത്തി കിട്ടിയത്, ഇപ്പോൾ പാലക്കാട് ഒരു കുട്ടിയുടെ കൈ പോയത്, തിരുവനന്തപുരത്ത് ഇങ്ങനെ നമുക്കൊരു 3-4 ഇൻസ്റ്റൻസസ് കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് ഓരോന്നും വളരെ സീരിയസ് ആയിട്ടുള്ള ആ രോഗികളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്ന് പറഞ്ഞു കഴിയുമ്പം അതിനോട് കോൺഗ്രസ്സുകാർക്ക് പോലും യോജിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഈ ഓഫീസിരിക്കുന്ന തൊട്ടടുത്താണ് ഇപ്പോൾ ഒരു ക്യാൻസർ സെൻ്റർ വരെ കഴിഞ്ഞ 10 വർഷത്തെ എഫർട്ടിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സേതുവിനറിയാം നമ്മൾ എത്രത്തോളം ഇത് ഫോളോ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് എന്നുള്ളത്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് അടിസ്ഥാന രംഗത്ത് ഇത്രയധികം വികസനമുണ്ടായ ഒരു കാലം കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ കെട്ടിടങ്ങൾ മാത്രം പോലെ ആശുപത്രി അവിടെ ഡോക്ടർമാർ വേണം എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഡോക്ടർമാരുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പം 2016 ഏകദേശം ഇരട്ടിയോളം എല്ലാ രംഗത്തും ആയിക്കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് മതിയാവില്ല. കാരണം കേരളത്തിലും വലിയ തോതിൽ അന്താരാഷ്ട്ര പണ സോഴ്സുകൾ കേരളത്തിൽ പണം ഇറക്കുന്നുണ്ട്. ആ പണം അവർ തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെ ഇറക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ സാധാരണക്കാരന് ആരോഗ്യ രക്ഷ ഹെൽത്ത് കെയർ എന്നുള്ളത് ഒരു പ്രശ്നമാകാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം നമ്മൾ വലിയ കെട്ടിടങ്ങൾ കെട്ടി ഇനി നമുക്ക് അവിടെ ആശുപത്രി ഡോക്ടർമാരെ നിയമിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമിക്കണം. അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. പക്ഷേ വെന്റിലേറ്ററിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണോ എന്ന് സാധാരണ കോൺഗ്രസ്സുകാർ കൂടി തീരുമാനിക്കും. ഞാൻ പറഞ്ഞത് ഇവരെത്രത്തോളം റിയലിസ്റ്റിക്കാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് എത്രത്തോളം റിയലിസ്റ്റിക്കാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള സൊല്യൂഷൻസിൻ്റെ പുറകെ പൊളിറ്റീഷ്യൻസ് പോകാൻ വേണ്ടി പാടില്ല. അവർ
അവർക്കാണ് ശരിക്കും ഗ്രൗണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ. അപ്പോൾ അവർ വിദഗ്ധന്മാരെ വെച്ചിട്ട് പിന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് കണക്കാക്കരുത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ UDF ഹെൽത്ത് കമ്മീഷൻ വരുന്നത് അതിനെക്കുറിച്ചുള്ള അതിനെ ഫോം ചെയ്യുന്നത് ജൂൺ 30 അവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്നത് 3 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ടും 6 മാസത്തിനുള്ളിൽ ഫൈനൽ റിപ്പോർട്ടും എന്നുള്ളതാണ്. നമ്മളിതുവരെ ഒരു പ്രൈമറി റിപ്പോർട്ട് ഇതുവരെ കണ്ടിട്ടില്ല. 6 മാസം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസമാണ് ഇപ്പം ഉടനെ ആ റിപ്പോർട്ട് വരുമെന്നുള്ളതാണ് വേണ്ടത്. ഈ വിദഗ്ധന്മാരുടെ ഒരു വിഷയമാണ്. എയറിൽ നിന്ന് അവർ കുറേ കാര്യങ്ങൾ കൊണ്ട് അത് എത്രത്തോളം ഇംപ്ലിമെൻറ്റബിൾ ആണ്, അവിടെയൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഭരണാധികാരി എന്ന നിലയ്ക്ക് എക്സ്പേർട്സിനെ ഏൽപ്പിച്ചിട്ട് അവർ പറയുന്നത് കേൾക്കുന്ന ചെയ്യാൻ വേണ്ടിയിട്ടല്ല പൊളിറ്റീഷ്യനുള്ളത്. അതുകൊണ്ട് സതീശൻ്റെ ഓഫ്കോഴ്സ് അദ്ദേഹം വിദഗ്ധന്മാരെ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ തീരുമാനങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രാക്ടീസായിട്ട് എനിക്ക് തോന്നുന്നു. അതിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ഇപ്പം സതീശനെ പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ഏത് UDF LDF രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ നമ്മുടെ ജേർണലിസ്റ്റുകൾ എന്നുള്ള നിലയിൽ പലപ്പോഴും കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ചേംബർ ഓഫ് കോമേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇവരുടെയൊക്കെ മീറ്റിങ്ങുകളിൽ അവർ വരുമ്പോഴത്തേക്ക് ഇവർ ഈ പുറത്ത് പറയുന്ന സാധനമല്ല പറയുന്നത്. VD സതീശനായാലും ശരി, രമേശ് ചെന്നിത്തലയായാലും ശരി, അല്ലെങ്കിൽ വേറെ ഏത് നേതാക്കളായാലും ശരി തന്നെ അവരെല്ലാം കേരളത്തിൻ്റെ വലിയ പുരോഗതിയെക്കുറിച്ചിട്ട് പറയും. എന്നിട്ട് ഇതിലൊരു എന്താ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പ് ഈ നേതാക്കൾ പുലർത്തുന്നുണ്ട്. അതായത് ജനങ്ങളോട് നിങ്ങൾ ഇവിടെ മുഴുവൻ, അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്താണെങ്കിൽ അവർ മുഴുവൻ നശിച്ചു എന്നും, അതേസമയം ഇവർ പറയുന്ന ഇവരുടെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരുടെ ഭാഷയും ഇവരുടെ പ്രയോഗങ്ങളും എല്ലാം തന്നെ മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഡൈക്കോട്ടമി നമ്മുടെ ഒരു ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അവരുടെ വിശ്വാസ്യതയെ, അവരുടെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. ഇപ്പം ആരോഗ്യരംഗത്തെ കുറിച്ചിട്ട് ജേക്കബ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇപ്പം കേരളത്തിൽ ആരോഗ്യരംഗം നമുക്ക് 0 ടോളറൻസ് ആണ്. അവിടെ ഒരു മിസ്റ്റേക്ക്, ഒരു കൈപ്പിഴ സംഭവിക്കാൻ പാടില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെയുള്ള കൈപ്പിഴകൾ കേരളത്തിൽ അടുത്ത കാലത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കഴിഞ്ഞ 1 കൊല്ലോ 2 കൊല്ലത്തിനിടയിൽ ഈ സംഭവങ്ങളുണ്ട്. ഞാനീ പറഞ്ഞാൽ 5 കൊല്ലത്തിൽ സംഭവിച്ചാണ് കേട്ടോ. അതെ, ഏതായാലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പം അത് സംഭവിക്കുമ്പോഴത്തേക്ക് അതിൽ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഇവിടെ പ്രൈവറ്റ് ആശുപത്രി ഉണ്ടെങ്കിലും നമ്മുടെ ഓരോ ഗവൺമെൻറ് ആശുപത്രികളും അത് ഹാൻഡിൽ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ നമ്പരും അതിൻ്റെ ഒരു തിരക്കും അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ശരിക്കും ആലോചിക്കേണ്ടത് അതാണ്. അല്ലാതെ ഒരു മന്ത്രിയുടെ തലയിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് മന്ത്രിയെ ചീത്ത വിളിക്കുന്ന നിലയിലേക്കല്ല അത് എത്തേണ്ടത്. അതിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ട് സാർ, അത് അങ്ങനെ ഇടപെടുകയാണ്. ഇപ്പം നമ്മൾ പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ മറ്റേ വെളുപ്പിൽശാലയിൽ ഒരു മനുഷ്യൻ വന്നു. അയാൾ ചെറുപ്പക്കാരനാണ്, അയാൾ മരിച്ചുപോയി. മരണം ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു, സംശയമില്ല. പക്ഷെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴത്തെ നിലയിലുള്ള ഒരു ആശുപത്രിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമായിട്ട് ഒരാൾ വരികയും അയാളെ രാത്രി 1:30 മണിക്ക് അയാളെ ഒരു ഡോക്ടർ അറ്റൻഡ് ചെയ്യുകയും 8 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തെ ഒരു ആംബുലൻസിൽ കയറ്റി അടുത്ത സ്ഥലത്തേക്ക് വിടുകയും ചെയ്യുന്നു. രാത്രി 1:30ക്കാണ് ഇത് നടക്കുന്നത്. എന്നിട്ട് ആ ഡോക്ടർമാർക്കും ആരോഗ്യവകുപ്പിനും മുഴുവൻ ചീത്തവിളിയാണ്. നിങ്ങൾ ഈ ഡോക്ടർമാരെ കുറിച്ചും കൊണ്ട് ആലോചിക്കുക. നമ്മൾ ഓരോ ജീവനും വളരെ വാല്യുബിളാണ് എന്ന് പറയുമ്പോഴും ഇദ്ദേഹത്തോട് തന്നെ നേരത്തെ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നുള്ള എന്തുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ വേണ്ടി പറ്റിയില്ല. ഒരു മരണം സങ്കടകരമാണ്. അത് നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ ഈ രോഗികളെ ചികിത്സിക്കേണ്ട ഡോക്ടർമാർ അയാളെ രാത്രി 1:30ക്ക് അവിടെ എത്തുകയും 8 മിനിറ്റിനുള്ളിൽ ഒരു ആംബുലൻസിൽ അയാളെ കയറ്റിവിടുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യയിൽ എവിടെ സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ മുഴുവൻ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ മുഴുവൻ ആക്രമിക്കുക എന്ന് പറഞ്ഞു. മന്ത്രി ആക്രമിക്കുന്ന എനിക്ക് മനസ്സിലാവും, അത് പൊളിറ്റിക്കലാണ്. ഈ ആരോഗ്യരംഗം വെന്റിലേറ്ററാണെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ അവസ്ഥ എന്താണ്? അവരെക്കുറിച്ച് കൂടി ആലോചിക്കണ്ടേ? ഇത് റൺ ചെയ്യുന്ന അവർ കൂടിയല്ലേ. മന്ത്രി ആക്രമിക്കുന്ന പൊളിറ്റിക്സ് പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഈ രാത്രി അവരോട് നിൽക്കുന്ന സപ്പോർട്ട് സ്റ്റാഫും പാരാമെഡിക്കൽ സ്റ്റാഫും ഡോക്ടർമാരെന്ന് ഞാൻ പറയുമ്പം എല്ലാവരും കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഈ 10 മിനിറ്റിൽ ആ ആംബുലൻസുകാരനടക്കം ദെയർ ഓൺ കോൾ, അങ്ങനത്തെ ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മളതിനെ വെന്റിലേറ്ററിലാണ് എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യബോധവുമായി എത്രത്തോളം ചേർന്നിരിക്കുന്നു എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. LDFിൻ്റെയും UDFിൻ്റെയും ജാഥ നടക്കുമ്പം തന്നെ BJP ഒട്ടും സൈലൻ്റ് അല്ല. അവരും ഇതിൻ്റെ സമാന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദേശീയ അധ്യക്ഷൻ പറഞ്ഞത് കേരളത്തിൽ 30 സീറ്റുകളിൽ ജയിക്കണം എന്നാണ്.
പ്ലസ് അതിൻ്റെ കൂടെ പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു, കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ഭരിച്ച് വികസനം ഇല്ലാതാക്കിയിരിക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അതിന് എടുത്തു കാണിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൈഗ്രേഷനാണ്. ഈ ഒരു കാര്യത്തിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, UDFിൻ്റെയും LDFിൻ്റെയും പിടിപ്പുകേട് കൊണ്ടാണ് കേരളം വികസനം ഇല്ലാതാവുമെന്ന് പറയണത്. ഇവരുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ 2014 മുതൽ വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രധാന മുദ്രാവാക്യം തന്നെ ഡബിൾ എൻജിൻ ഗ്രോത്താണ്. ഇപ്പം ഡബിൾ എൻജിൻ ഗ്രോത്ത് ഇതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വേറെ. പക്ഷേ അപ്പോൾ അതിൽ ഇപ്പം രശ്മി ചൂണ്ടിക്കാണിച്ച ഈ കാര്യമുണ്ടല്ലോ, ഇപ്പം അദ്ദേഹം BJPയുടെ നേതാവ് ഇവിടെ വന്നപ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചതാണ് കേരളവും മറ്റേ 30 സീറ്റ് വേണമെന്നും മറ്റേ വികസനത്തിൽ നമ്മൾ താഴോട്ട് പോയെന്നുള്ളത്. പക്ഷേ ഈ വികസനത്തിന് താഴോട്ട് പോയതിന് രശ്മി പറഞ്ഞതുപോലെ മൈഗ്രേഷൻ, കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. പക്ഷേ എനിക്കതിനകത്ത് ഒരു കണക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, അദ്ദേഹത്തിൻ്റെ നേതാവായ നരേന്ദ്രമോദി ഏറ്റവും അധികം കാലം ഭരിച്ച ഗുജറാത്തിലെ ചില കണക്കുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ആയിട്ട് പോകുന്ന ഒരു വിഭാഗം ഗുജറാത്തികളാണ്. ഗുജറാത്തികൾ പോകുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ട് പോയിട്ടുള്ള മൈഗ്രൻസിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ 2023 ഒരു കണക്കനുസരിച്ചിട്ട് 67,391 ഇല്ലീഗൽ മൈഗ്രൻസ്, ഇന്ത്യൻ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് അമേരിക്കയിലുള്ളത്. അതിൽ 41,330 പേരും ഗുജറാത്തിൽ നിന്നായിരുന്നു. ഇത് മാത്രമല്ല 2022 വലിയ ഒരു ദാരുണമായൊരു സംഭവമുണ്ട്. ഒരു ജഗദീഷ് പട്ടേലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളും ഒരു ഫ്രീസറിൽ കയറി അമേരിക്കയിൽ ഇല്ലീഗലായിട്ട് പോകാനായിട്ട് കണ്ടെയ്നർ ഫ്രീസറിൽ അവർ അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ഇത് ഒരു ഇതാണ് ഈ BJP നേതാവ്. ഈ കണക്ക് എവിടെ നിന്നാണ്? ഇത് നമ്മുടെ വിദേശകാര്യ വകുപ്പിന് നമ്മുടെ ഇതിനകത്തു നിന്നുള്ള കണക്കുകളാണ്. അമേരിക്കൻ ഈ ട്രംപ് ആൾക്കാരെ കൈയും കാലും കെട്ടി അയക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇന്ത്യൻ ഇല്ലീഗൽ മൈഗ്രൻസിന്. അപ്പോൾ അത് ഒരു കണക്കനുസരിച്ചിട്ട് 7 ലക്ഷത്തോളം ഇല്ലീഗൽ മൈഗ്രൻസ് ഉണ്ടെന്നാണ്. 60,000 സംതിങ് ആണ് 2020 അല്ല, ഇന്ത്യക്കാരായ ഇല്ലീഗൽ മൈഗ്രൻസ് 7 ലക്ഷത്തോളം ഉണ്ട് അമേരിക്കയിൽ. അത് കുറേ കാലങ്ങളായിട്ടുള്ള. ഞാനീ പറഞ്ഞ കണക്ക് 2023 അപ്പോൾ ഇത് എന്തുകൊണ്ട് ഗുജറാത്തിൽ നിന്ന്, ഇന്ത്യയിലെ ഏറ്റവും പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു സംസ്ഥാനം എന്നാണ് പറയുന്നത് ഗുജറാത്ത്, ആ ഗുജറാത്തിൽ നിന്ന് വളരെ മാസീവായ നിലയിൽ ആൾക്കാർ വിട്ടുപോകും. അപ്പം മൈഗ്രേഷൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടെ പറയണം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് 1 മില്യൺ ഇതിൽ കൂടുതൽ വരുമാനമുള്ള ഇന്ത്യക്കാർ, സമ്പന്നർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാധനമുണ്ട്. ഏറ്റവും കൂടുതൽ സമ്പന്നർ വിട്ടുപോയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷത്തേക്ക് ഉള്ളത്. ഇനി ഗുജറാത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചില കാര്യങ്ങൾ, എന്തുകൊണ്ട് ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ചില സാമൂഹ്യമായ കണക്കുകളൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്തിലെ ഒരു ശരാശരി ശമ്പളം 2024 കണക്കനുസരിച്ചിട്ട്, അതായത് ഇത് പീരിയോഡിക് ലേബർ സർവേ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ്, കാഷ്വൽ ലേബറിന് അവിടെ കിട്ടുന്ന ശമ്പളം 378 രൂപയാണ്. അത് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. ദേശീയ ശരാശരി 433 രൂപയാണ്. കേരളത്തിൽ അത് 836 രൂപയാണ്. ഇത് 2024 കണക്ക്. ഇനി സ്ഥിര മാസവരുമാനക്കാരായ ശമ്പളക്കാരുടെ ശരാശരി ഗുജറാത്തിലെ വരുമാനം 17,503 രൂപയാണ്. അതേസമയം ദേശീയ ശരാശരി 21,103 രൂപയാണ്. കേരളത്തിൽ അത് ഏതാണ്ട് 23,000 രൂപയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള നിരവധി കണക്കുകൾ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ മോഡലാണോ വേണ്ടത്? കേരളത്തിൽ വികസനം ഇല്ലാതെ പോയ കേരളമാണോ നമുക്ക് ആശാസ്യമായത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പം ഇതിൽ ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ അകത്ത് ഈ കേരളത്തിൻ്റെ ഡിസ്കഷൻ, നമ്മുടെ LDF UDF തമ്മിലുള്ള ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് നിർഭാഗ്യവശാൽ ഈ UDFകാർ പറയണതും ഈ കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷനും ഒരുപക്ഷെ ഈ BJPയുടെ നറേറ്റീവിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, പിൻപറ്റുന്ന രീതിയിലുള്ള സമീപനമാണ് UDFും പുലർത്തുന്നത്. എനിക്ക് ജേക്കബിന് അതിന് കുറച്ച് കൂടുതൽ പറയാൻ പറ്റും. ഇതിനകത്ത് വേറെ ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ മേഖല, ഇപ്പോൾ കേരളത്തിൻ്റെ ഈ വികസനത്തിൽ ഗൾഫ് കുടിയേറ്റം ഒരു വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം ഒത്തിരി ധാരാളം മനുഷ്യർ
ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ നിൽക്കാൻ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ആശയം ഉണ്ടാക്കാനുമുള്ള ഒരു വലിയ റോളാണ് ഗൾഫ് കുടിയേറ്റം വന്നിട്ടുണ്ട്. ഈ ഗൾഫ് കുടിയേറ്റം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനെക്കുറിച്ച് ആനത്തരട്ടോ ആനന്ദിൻ്റെ ഒരു രസകരമായ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ആ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു തൊഴിലാളിക്ക് ഒരു ജീവിക്കാനുള്ള ഉറപ്പ് കിട്ടുന്നത് 57 EMS സർക്കാർ വന്നതിന് ശേഷമാണ്. കുടിയിറക്കില്ല എന്നൊരു തീരുമാനമാണ്. കുട്ടികളെ സ്കൂളിൽ വിടാം, തിരിച്ചു വരുമ്പം അവരുടെ വീട് അവിടെ തന്നെ ഉണ്ടാകും. അപ്പം മാത്രമല്ല വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് സംസ്ഥാന സർക്കാർ കൊടുത്തു തുടങ്ങി. അപ്പം 10ാം ക്ലാസ് പാസ്സാകുക എന്നുള്ളത് 60കളിലെ ഒരു മലയാളി ഒരു സാധാരണ സംഭവമായിട്ട് മാറി. ഈ ഗൾഫ് കുടിയേറ്റം ഈ മനുഷ്യർ പല വിധത്തിലും ഗൾഫിൽ ചെന്നു. ഈ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പം ജോലി കിട്ടി. ഇന്ത്യയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും പോകാമായിരുന്നു. ഈ ഗുജറാത്തിലുള്ള മനുഷ്യർക്ക് അന്ന് പോകാമായിരുന്നു. ഇപ്പോൾ ഈ പോകുന്നത് പോലെ ഈ ഇല്ലീഗലായിട്ട് പോകേണ്ടതില്ല. നമ്മുടെ ആളുകൾ പോലെ പല ഇല്ലീഗലായിട്ട് അന്നും പോയിട്ടുണ്ട്. പക്ഷേ ആ പോയിടത്തൊക്കെ അവർക്ക് കിട്ടിയ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ, അവർക്ക് 10 സെൻറ്റ് സ്ഥലമാണെങ്കിൽ 10 സെൻറ്റ് സ്ഥലം നിലത്ത് നിന്ന് കഴിഞ്ഞ് അഭ്യാസം കളിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അവർക്ക് ആ 10 സെൻറ്റ് പണയം വെച്ചിട്ട് മകനൊരു വിസ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു 10-70 വർഷം കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു സംവിധാനത്തിന് പുറത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇങ്ങനൊരു സംവിധാനത്തെക്കുറിച്ച് ഗുജറാത്തി ആലോചിക്കാത്തത് കൊണ്ടാണ് അവർ ഈ ഇല്ലീഗലായിട്ട് പോവുകയും അവിടെ ഈ ഫ്രീസറിൻ്റെ അകത്ത് കണ്ടെയ്നറിൻ്റെ അകത്ത് പോയി കിടന്ന് മരിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പിന്തുടർന്ന് നമ്മുടെ മനുഷ്യരെ രക്ഷപ്പെടാൻ ഉള്ളൊരു വേദി ഒരുക്കിയതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വർത്തമാനം പറയുന്നത്. ഇതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു സംവിധാനത്തിൻ്റെ മുകളിൽ നിന്നാണ് BJPക്കാർ ഈ രാഷ്ട്രീയം പറയുന്നത്. ഇതിപ്പം കേരളത്തിൽ നമ്മളുടെ പ്രവാസ സാഹിത്യം തന്നെ തുടങ്ങുന്നത് പെനാങ്, സിംഗപ്പൂരും കൊളംബോയും ഒക്കെ നമ്മുടെ മലയാളിയുടെ ഐറ്റിനറി പണ്ടേ ഉള്ള സംഭവങ്ങളാണ്. ഇപ്പോഴും നമ്മുടെ പിള്ളേർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പിള്ളേർ പോകുന്നതിൽ ഒരു അബദ്ധമുണ്ട്. അതിലെനിക്കൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച എന്നുള്ളത്, ഈ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയി നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തട്ടുകട യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന പിള്ളേരുണ്ട്. അതിനെക്കുറിച്ച് 2 കമ്മീഷൻ വെക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി സർക്കാർ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ വിദേശത്ത് പോകുമ്പം അവിടെ പോയി ലീഗലായിട്ട് തന്നെ പോകുന്നത്, പക്ഷെ അവിടെ പോയി ഒരു ജീവിക്കാനുള്ളൊരു വകുപ്പുണ്ടാക്കണം എന്നുള്ളതിന് കുട്ടികളെ സഹായിക്കാനുള്ളൊരു സംവിധാനം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തു പോയി പഠിച്ച് അവിടെ ജോലി ചെയ്യുന്നു, അതുകൊണ്ട് കേരളം ഒരു വൃദ്ധസദനമാകുന്നു എന്നുള്ള ഈ അസംബന്ധ വർത്തമാനം ആരെയും, ഇപ്പം ശ്രീ സതീശൻ പറഞ്ഞത് കുട്ടികൾ പുറത്തു പോകുന്നതിനെതിരെ വകുപ്പുണ്ടാക്കും, അതിലൊരു ഒരു മന്ത്രി ഒരു വകുപ്പ് അതിനുണ്ടാക്കും എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം അത് ആരോ തമാശ പറഞ്ഞു എല്ലാവരുടെയും ഓരോ കേസെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. പോലീസ് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് പുറത്തു പോകാൻ പറ്റത്തില്ല. ഇതുപോലത്തെ വിയേർഡായിട്ടുള്ള ഐഡിയ അല്ലാതെ ഇപ്പോൾ സേത് പറഞ്ഞ പോലെ എന്തുകൊണ്ട് എന്നാലും കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പണമുള്ള മനുഷ്യർ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് പുറത്തു പോയി സെറ്റിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് മനുഷ്യൻ മെച്ചപ്പെട്ട ജീവിതം എന്നുള്ളത് അയാളുടെ എറ്റേണൽ ക്വസ്റ്റാണ്. അത് ആ ലെവലിലേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ അസംബന്ധ വർത്തമാനങ്ങൾ ചർച്ച ചെയ്ത് അതിൽ അഭിരമിക്കുന്ന മനുഷ്യരെ കൊണ്ട് ഒരുവിധം ചിന്തിക്കുന്ന മനുഷ്യർക്ക് അടുത്ത് വർത്തമാനം പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ വർത്തമാനം രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും പ്രത്യേകിച്ചും ഇത് നിർത്തിയാൽ തന്നെ കുറേ ആശ്വാസമാകും. അതല്ലാതെ വേറെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും പുറത്തേക്ക് പോകുന്ന മനുഷ്യരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പിന്നെ പലതരം ഫാക്ടേഴ്സും ഉണ്ട്. നമ്മൾ ഇവിടുന്ന് രാവിലെ തന്നെ എല്ലാവരും പോയതല്ല, ഒരു ദിവസം അവിടുന്ന് പോയ കുട്ടികൾക്ക് അവരുടെ പിയർ ഗ്രൂപ്പുകൾ അവർ പറയാനുണ്ട് ഇവിടെ വന്നാൽ നല്ല ജോലിയുടെ അവസരമുണ്ട്. അപ്പം ജോലിയുടെ അവസരം ഇവിടുന്ന് പോയവരും അല്ലെങ്കിൽ അവിടെ എത്തപ്പെട്ടവരും മാത്രം തീരുമാനിക്കുന്നില്ല. അവിടെ എല്ലാം ഉള്ള പല സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ആ ഒരു കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പം ട്രംപ് ഫിനോമിനൻ വന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് സഡൻലി പോകുന്ന എണ്ണം കുറഞ്ഞു ഓൾറെഡി കുറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല അവിടെയുള്ള ആൾക്കാർ തിരിച്ചു വരാനുള്ളതിൻ്റെ ഇതുണ്ട്, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് റീകൺസിഡറേഷൻ നടത്തുന്നുണ്ട്. സോ ദീസ് ആർ ആൾ പല ഗ്ലോബൽ സിറ്റുവേഷനെ അനുസരിച്ചിരിക്കുന്നതാണ്. ഒരു സമയത്തുണ്ടായ ഒരു പർട്ടിക്കുലർ സാധനം എടുത്തു വെച്ചിട്ട് പോളിസി തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്.
അപ്പോൾ സതീശനെ പോലെ എന്താണ് അദ്ദേഹം അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ അവകാശപ്പെടുന്നത് എല്ലാം തന്നെ വളരെയധികം പഠിച്ചു പറയുന്ന ഒരു നേതാവ് ആണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഈ പറയുന്ന ബേസിക് ഇൻഫർമേഷൻ പോലും ഇല്ല എന്നുള്ള നിലയിലാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. പലപ്പോഴും എന്താണ് നിയമപരമായി ഇതിനെ ബാൻ ചെയ്യാൻ പറ്റുമെന്ന്. നിയമപരമായി ബാൻ ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞ് ഈ കൺട്രോൾ ആൻഡ് പെർമിറ്റ് രാജ് എക്കോണമിയുടെ ഒരു റെലിക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. LDFന്റെ വികസന മുന്നേറ്റ ജാഥയെ ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ വന്നിരിക്കുന്ന സമയത്ത് അവിടെ ബംഗാളി വന്ന് മുദ്രാവാക്യം വിളിച്ചു, അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അത് ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചർച്ചയാക്കാത്ത രീതിയിലേക്കാണ് മാധ്യമങ്ങളായാലും പ്രതിപക്ഷമായാലും കൊണ്ടുപോകുന്നത്. ഇത് എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഇത് ഞാൻ ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ വികസന മുന്നേറ്റം, ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. വികസനം എന്ന് പറയുന്നത് LDF സർക്കാർ പറയുന്ന വികസനങ്ങളൊക്കെ മനുഷ്യൻ്റെ കണ്ണിന് മുമ്പിലുണ്ട്. അത് പ്രത്യേകിച്ചുണ്ട് എന്ന് നിങ്ങൾ നെഗറ്റീവ് ക്യാമ്പയിൻ വരുമ്പോൾ മാത്രം നിങ്ങൾ അത് എടുത്ത് പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇത് മനുഷ്യർ കാണുന്നുണ്ട്. ശ്രീ പിണറായി വിജയൻ സാധാരണ പറയുന്നവർ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് മിസ്സിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം LDFൻ്റെ പൊളിറ്റിക്കൽ പ്രോബ്ലമാണ്. കേരളം ഇന്ത്യയും ഇന്ന് നേരിടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നം എന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോവുകയാണ്. അപ്പം നമ്മളെല്ലാം ക്യൂ നിന്ന് MLA-മാരെ തിരഞ്ഞെടുത്ത് നമ്മളൊരു നിയമസഭ ഉണ്ടാക്കും. ഈ നിയമസഭ എന്തിനാണ്? നിയമസഭ നിയമനിർമ്മാണ സഭയാണ്. നിയമങ്ങൾ ഉണ്ടാക്കാൻ അവകാശമുള്ള സഭയാണ്. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭ ബില്ല് ഭൂരിപക്ഷ അഭിപ്രായം പാസ്സാക്കും, അത് ഗവർണർ സൈൻ ചെയ്യും, അതങ്ങനെ നിയമമാകും. അതങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കണം. അതാണ് ആ പ്രോസസ്സ്. നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ നിയമമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നിയമം ആവില്ല എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ആണ് എന്ന് മാത്രമല്ല, നമ്മളിതിനെ കാണേണ്ടത് അതൊരു ആക്സിഡൻ്റ് അല്ല. ഇത് 1949 നമ്മളുടെ ഭരണഘടന ഉണ്ടാകുന്നത്. ആ ഭരണഘടന വളരെ വളരെ കൃത്യമാണ്. സംസ്ഥാനങ്ങളുടെ നമ്മളുടെ ആർട്ടിക്കിൾ 1 ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ സങ്കലനമാണ് ഇന്ത്യ എന്ന ഭാരതം എന്ന ഇന്ത്യ എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഒരു ഹെഡ് മാസ്റ്റർ അല്ല കേന്ദ്രം. ഈ ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുടെ സങ്കലനമായിട്ടുള്ള ഈ രാജ്യത്തെ ഭരിക്കാനുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരുമുണ്ട്. അപ്പോൾ ഇവർക്ക് ഏതൊക്കെ കാര്യങ്ങൾ നിയമനിർമ്മാണം നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ഭരണഘടന വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചില ഏരിയകളിൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണം നടത്താം, ചില കാര്യങ്ങളിൽ കേന്ദ്ര പാർലമെൻറ്റിന് മാത്രം നിയമനിർമ്മാണം നടത്താം, ചില കാര്യങ്ങളിൽ രണ്ടുപേർക്ക് നിയമനിർമ്മാണം നടത്താം. അതിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിയമനിർമ്മാണങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എങ്കിൽ കേന്ദ്ര നിയമത്തിനും പ്രാബല്യം. ഇതാണ് വളരെ കൃത്യമായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥ. നമ്മളിപ്പോൾ എത്തി നിൽക്കുക. അപ്പോൾ ഇതിനെ RSS അന്ന് എതിർത്തിരുന്നു. RSS അന്നേ പറഞ്ഞിരുന്നു ഇന്ത്യയ്ക്ക് ഒരു പാർലമെൻറ്റ് മതി, ഒരു നിയമനിർമ്മാണ സഭ മതി. കാരണം ഇന്ത്യ ഒരു രാജ്യമാണ്. ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. സംസ്ഥാനങ്ങൾ എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളാക്കി, ഭരണ സൗകര്യത്തിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളാക്കിയാൽ മതി. നിയമനിർമ്മാണം ഭാഷാപരമായിട്ട് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് ഏറ്റവും എതിർത്തിരുന്നതാണ് അവർക്ക് ആ പ്രശ്നമുണ്ട്. കാരണം അതൊക്കെ ഓരോ ഐഡൻറ്റിറ്റികൾ അംഗീകരിക്കലാണ്, ഭാഷ അംഗീകരിക്കലാണ്. അത് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരു ഭാഷ മതി എന്നുള്ളതാണ്. അപ്പം ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന, അപ്പം സംസ്ഥാന നിയമസഭകളുടെ ആവശ്യമില്ല, കേന്ദ്രത്തിൽ ഒരു നിയമസഭ മതി. ആ നിയമസഭയുടെ ഉത്തരവാദിത്വമുള്ള കേന്ദ്ര സർക്കാരും പിന്നെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഇപ്പം നമ്മൾ ഗവർണർ എന്ന് പറയുന്നവർ, ഇപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബില്ലുകൾ, നമ്മുടെ നിയമസഭകൾ പാസ്സാക്കുന്ന ഏത് ബില്ല് നിയമമാകണം എന്നുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തീരുമാനിക്കും. അതായത് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിനുള്ള ഉത്തരവാദിത്വമുള്ള മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയാണ് തീരുമാനിക്കുന്നത് ഏത് ബില്ല് നിയമമാകണം എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈയിടെ കണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംസ്ഥാനത്ത് സർവകലാശാലകളിലൊക്കെ ടെക്നിക്കൽ സർവകലാശാലയ്ക്കും ഡിജിറ്റൽ സർവകലാശാലയ്ക്കും വൈസ് ചാൻസലർമാരില്ലാതെ വന്നു കഴിഞ്ഞപ്പം ഗവർണറും ഇതിൽ ശരിക്കും സംസ്ഥാന സർക്കാരിനൊപ്പമായിരുന്നു സുപ്രീം കോടതി. അവസാനം ഇത് ഒട്ടും മുമ്പോട്ട് പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഒരു ഗവർണറെ, ഒരു വൈസ് ചാൻസലർ ഗവർണർക്കും കൊടുത്തു, ഒരു വൈസ് ചാൻസലർ മുഖ്യമന്ത്രിക്ക് എടുത്തു, വീതം വെച്ചെടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കേണ്ടി വരുന്നത്? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറയാം, ഇത് സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർ ഇല്ലാത്ത അവസ്ഥ എത്ര കാലമാണ് കൊണ്ടു നടക്കുന്നത്. പക്ഷേ ദ ഫാക്ട് ഓഫ് ദ മാറ്റർ ഈസ്
ഈ രണ്ട് സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റിയ ഒരു നിയമം, ഒരു ബില്ല് കേരള സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ആ ബില്ല് നിയമമാകാത്തത് കൊണ്ടാണ് ഈ ചാൻസലർക്ക് കേരള സംസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കേരള സംസ്ഥാന നിയമസഭ ഒരു നിയമം കൊണ്ട് ചാൻസലറാക്കി, നിയമം കൊണ്ട് ചാൻസലർ അല്ലാതാക്കിയ ഗവർണർക്ക് ഇതിൻ്റെ പുറത്ത് ഒരു റോള് വരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കണക്കാക്കുന്നത് ഇത് കേരളത്തിന് മാത്രം പ്രശ്നമല്ല, തമിഴ്നാടിനുണ്ട് ഇതേ പ്രശ്നം. എല്ലാ രാജ്യങ്ങൾക്കും, എല്ലാ സംസ്ഥാനങ്ങൾക്കും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും ശരി, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും ശരി, കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനമായാലും ശരി, നമ്മുടെ ഭരണഘടനാ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒരവസ്ഥയിലേക്ക് RSS എന്ത് പറഞ്ഞോ അവിടെ നമ്മൾ ഏകദേശം എത്തി നിൽക്കുകയാണ്. ഇതൊരു വളരെ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമാണ്. RSS എങ്ങനെ അവരുടെ ഫാഷിസ്റ്റ് അജണ്ട, അതൊരു വർഗീയ സംഘടന എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫാഷിസ്റ്റ് സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് അവരുടെ അജണ്ട ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ഓരോ മനുഷ്യൻ്റെയും മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും പ്രകടമായ തിയററ്റിക്കലല്ല ഇത് വളരെ പ്രായോഗികമാണ്. ഈ നയം വളരെ പ്രായോഗികമാണ്. ഏത് സംസ്ഥാന നിയമസഭ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന നിയമസഭകൾക്ക് നിയമം പാസ്സാക്കാനുള്ള അധികാരമില്ല എന്നുള്ള ഭീതിതമായ അവസ്ഥ നമ്മളെ തുറന്നു നോക്കാൻ, ഈ കാര്യം മനുഷ്യരോട് പറയുന്ന കാര്യത്തിൽ, ഇത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ, ഇതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ അസ്തിത്വ പ്രശ്നം എന്നുള്ള കാര്യം ഇടതുമുന്നണി മനുഷ്യരോട് പറയുന്നില്ല എന്നുള്ളത് എനിക്ക് ഇത്തിരി അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് കാരണം ഇതിൻ്റെ LDF സർക്കാർ, ഇതിപ്പോൾ UDF സർക്കാർ വന്നാൽ എന്താണ് അവസ്ഥ? ഇത് തന്നെയാണ് അവസ്ഥ. വൈസ് ചാൻസലർമാരെ ആര് നിയമിക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സംസ്ഥാന സർക്കാരുകളുടെ നിയമങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ വരുന്നു. കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള, ഇപ്പം PM-ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിൽ നമുക്ക് പിന്നെ പണം തരണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ട അനുസരിച്ചുള്ള വിദ്യാഭ്യാസം നമ്മൾ അംഗീകരിക്കണം എന്ന് വെച്ചാൽ ഒരു പാർലമെൻറ്റിനോട് ഉത്തരവാദിത്തമുള്ള ഒരു കേന്ദ്രമന്ത്രിസഭയ്ക്ക് രാജ്യത്തെ മുഴുവൻ നയങ്ങളും തീരുമാനിക്കാൻ പറ്റുമെന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊളിറ്റിക്കൽ പ്രോബ്ലം നമ്മൾ മനുഷ്യരോട് പറയാതെ വികസനം നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ അവിടെയാണ്. ഈ വികസനം എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റ് അല്ല, അത് മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടും അതിൻ്റെ പുറത്തുണ്ടാകുന്ന നയങ്ങളും പരിപാടികളുടെയും പുറത്താണ് വികസനം സംഭവിക്കുന്നത്. അതല്ലാതെ ശ്രീ സതീശൻ പറഞ്ഞ പോലെ വിദഗ്ധന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം അല്ല. അപ്പം എങ്ങനെയാണോ കേരളം ഒരു പ്രോഗ്രസീവായിട്ടുള്ള അജണ്ട ഈ കാലം മുഴുവൻ മുമ്പോട്ട് കൊണ്ടുപോയത്, അത് മുഴുവൻ നിർത്തിക്കളയാനുള്ള RSSൻ്റെ അജണ്ട നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഭീതിതമായി നിൽക്കുകയാണ്. ഇത് മനുഷ്യരോട് പറയുകയും മനുഷ്യരോട് കൂടെ നിർത്തുകയും ചെയ്യാതെ മറ്റൊരു രാഷ്ട്രീയം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് നമ്മൾ ഈ ഡിസ്കഷൻ്റെ ഏതാണ്ട് കൺക്ലൂഷനിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ജേക്കബ് പറഞ്ഞത് കുറേ കാലമായിട്ട് തുടരുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. ഒരുപക്ഷെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി കേരളത്തിലെ ഈ രണ്ട് മുന്നണികളിലും ഉന്നയിക്കേണ്ട വിഷയമായിരുന്നു. നിർഭാഗ്യവശാൽ അത് ഡിസ്കഷനിലേ വരുന്നില്ല എന്നുള്ളത് വലിയ കാര്യം. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ആയിട്ട് ഇന്ത്യയിൽ നടന്നതെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് സംഭവവികാസങ്ങളുണ്ടായി. കേരളത്തിലെ രണ്ട് മുന്നണികളും ഇത് ഒരു തരത്തിൽ പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒന്ന്, ഇപ്പോൾ മുൻ ആർമി ചീഫിൻ്റെ പുസ്തകത്തിലെ വിവരങ്ങളെക്കുറിച്ച് അത് ഏറ്റവും അധികം വിഷയമാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ നേതാവും ഓപ്പോസിഷൻ നേതാവുമാണ്. അദ്ദേഹത്തിന് നരവാനയുടെ പുസ്തകത്തിലെ പരാമർശങ്ങളെക്കുറിച്ചിട്ട് ഒരുപക്ഷെ BJP സർക്കാർ, ഒരു ഹൈപ്പർ ദേശീയത പറയുന്ന ഒരു സർക്കാർ, അതിൻ്റെ ഏറ്റവും പ്രതിരോധപരമായിട്ടുള്ളൊരു ഡിഫെൻസീവ് ആവുന്ന ഒരു നിലപാടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ അത് അറിഞ്ഞതായി പോലും റെക്കോർഡിലില്ല. CPM അത് പറയാതിരിക്കുന്നതിന് അവരുടേതായ രാഷ്ട്രീയ കാരണം ഉണ്ടാകും. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സാധനത്തിന് എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഈ പറയുന്ന VD സതീശനിൽ നിന്നോ ആരിൽ നിന്നോ വന്നതായിട്ട് ഞാൻ കണ്ടില്ല. ശബരിമല പോറ്റിയുടെ പേരിൽ അവർ പറഞ്ഞതിൻ്റെ ഒരു 10% ഈ കാര്യത്തിൽ പറയുമെന്ന് കരുതിയതാണ്. അത് ഒന്ന്. രണ്ട്, ഇതുപോലെ തന്നെ വളരെ ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇന്ത്യ അമേരിക്കയും തമ്മിൽ വന്നിട്ടുള്ള ഈ കരാർ. അതിനെക്കുറിച്ചും കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വം ജയറാം രമേശ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നിരന്തരം ഇത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം പറയുന്നില്ല. കാരണം ഈ കരാറുകൾ, സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ കണക്കിലെടുക്കാതെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുന്ന കരാറുകളുടെ ഒരു
ദൂഷ്യഫലങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ച ഒരു സംസ്ഥാനമാണ് ഒരുപക്ഷെ കേരളം. ആസിയാൻ കരാറിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ആസിയാൻ കരാറ് കഴിഞ്ഞതിന് ശേഷമുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ആസിയാൻ കരാർ ഈ വർഷം അതിൻ്റെ പീരീഡ് അവസാനിക്കുകയാണ്, ഇനി പുതിയ കരാറിലേക്ക് പോകും. അപ്പോൾ ഇതുവരെയുള്ള ഈ കരാറ് എന്തൊക്കെയാണ് ഇന്ത്യക്ക് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാക്കിയെന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ ഇന്ത്യക്ക് നേട്ടമല്ല കോട്ടമാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കോട്ടം ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ് കേരളം. അപ്പം കേരളത്തിൽ ഈ കരാറുകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ കൂടെ മുന്നോട്ട് വയ്ക്കണം എന്ന് പറഞ്ഞ ഒരു ഡിസ്കഷനെല്ലാം ഈ 2000 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ കൂടെ എടുത്തിട്ട് വേണം കേന്ദ്രം ഇത്തരത്തിലുള്ള കരാറുകളിൽ ഒപ്പിടേണ്ടത്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയിലത്തെ കേരളത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരള അസംബ്ലിയിൽ നടന്ന ഡിസ്കഷനോ മറ്റോ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ സംഭവം നടന്നതായിട്ട് പോലും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് അറിയില്ല എന്ന് പറയുന്നത്, ഈ പശ്ചാത്തലത്തിലാണ് ജേക്കബ് പറഞ്ഞ കാര്യം പരിശോധിക്കേണ്ടത്. കാരണം നിയമസഭകളുടെ അസ്തിത്വത്തെ തികച്ചും നോക്കുകുത്തികളാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയം നടക്കുന്നു. അതിന് പിന്നാലെ വരുന്ന വേറൊരു വലിയ സാധനം കൂടെയുണ്ട്. കാരണം നാളെ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന അസംബ്ലി ഒരു വോട്ട് ഒരു ഇലക്ഷൻ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം പോലും നമ്മുടെ ഇവിടെ ഇനിയും തിരിച്ചറിയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഒറ്റ ഇലക്ഷനായിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള എല്ലാ റിപ്പോർട്ടും നടത്തി ആ നിലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയിലാണ്. ഇതിനെക്കുറിച്ചിട്ട് ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ നിങ്ങൾ കേരളത്തിലെ ഈ പറയുന്ന 4 എക്സ്പേർട്ടുകളെ കൊണ്ട് വന്ന് നിങ്ങൾ കേരളത്തിനെ മുഴുവൻ സ്വപ്നതുല്യമായി വികസിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അതിലൊരു രാഷ്ട്രീയമായ അന്ധതയാണ് എനിക്ക് കാണാൻ കഴിയും.